അപ്പുവേട്ടാ അപ്പുവേട്ടാ ആര് കപ്പാട്ടാന്ന് കപ്പാട്ടാണല്ല സൗമ്യതേ എന്നോട് മിണ്ടാ നിൽക്കണ്ട കേട്ടോ. ഇപ്പൊ ഫോണിൽ കാശില്ല, അപ്പൊ റീചാർജ് ചെയ്യണം അല്ലേ? ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് റീചാർജ് ചെയ്ത് തിരിച്ച് കാണിച്ചിട്ട് അങ്ങോട്ട് പോകും. തിരിച്ച് ഞാൻ വിളിച്ചാൽ ഫോണും എടുക്കല, ഒരു മെസ്സേജ് പോലും അയക്കല. ഇപ്പൊ കാശ് വരുമ്പോൾ വരികയാണ് അപ്പ് കേട്ടാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് ഈ പണിയൊന്നും നടക്കല്ല. വേണ്ട, ശരിയായില്ല, റീചാർജ് ഞാൻ ചെയ്ത് തരികയല്ല ഉള്ള കാര്യം പറഞ്ഞു. ഈ വിളിയിലാണല്ലോ ഞാൻ പെട്ടുപോണത്. പെണങ്ങല്ല എന്റെ അടുത്ത്. കണ്ടു കഴിഞ്ഞാല് അതെ സൗമ്യ, ഞാൻ റീചാർജ് ചെയ്ത് തരാം, പക്ഷെ എന്നെ വിളിക്കണം. ഞാൻ വിളിച്ചാൽ ഫോണും എടുക്കണം. എനിക്ക് ക്ലാസ് ഉണ്ട്, വീട്ടുകാരൊക്കെ കാണാം. ഞാൻ എടുക്കില്ല. ആണോ? പക്ഷെ റീചാർജ് ചെയ്ത് തന്നാൽ ഇനി എന്നെ വിളിക്കണം. പക്ഷെ റീചാർജ് ചെയ്ത് തരണം. തരാം, ഉറപ്പാണോ? ഉറപ്പായിട്ട് തരാം. ഇത് കണ്ട, ഇന്നലെ ഉദ്ഘാടനമായിരുന്നു ഈ ടോയ്ലറ്റിന്റെ. ഈ പഞ്ചായത്തുള്ള മുഴുവൻ ആൾക്കാരും വന്നു. നമ്മുടെ മെമ്പർ നമുക്കായിട്ട് വന്ന ഇലക്ഷന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറഞ്ഞില്ലേ, അങ്ങനെ ഈ ടോയ്ലറ്റ് ഇന്നലെ ആയിരുന്നു ഉദ്ഘാടനം. ഇന്നലെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു, അതാ വരാൻ പറ്റാതെ. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ആണോ? ഇതെങ്ങനെ യൂസ് ചെയ്യുന്നേ? ₹1 കോയിൻ ഇടണം അതിനകത്ത്. കോയിൻ ഇട്ടില്ലെങ്കിൽ? കോയിൻ ഇട്ടില്ലെങ്കിലും അതിൽ കയറാനൊക്കെ അല്ല, കോയിൻ ഇട്ട് വേണം അതിൽ കയറാനായിട്ട്. നീ കൂടുതൽ ശൃംഗരിക്കില്ല, ആരെങ്കിലും വരും, നിനക്ക് ഞാൻ റീചാർജ് ചെയ്തേക്കാൻ പോകുന്നത്. പിന്നെ അച്ഛനാട് നമ്മുടെ കാര്യം ഒന്ന് പറഞ്ഞേക്കണം. ഞാൻ പറയാം. ഒരു ബിസിനസ് മാനെയാണ് കെട്ടുന്നതെന്ന് പറയണം. എന്ത് മാൻ? ബിസിനസ് മാൻ. അതായത് ഈ കേടായ ഫാൻ, മിക്സി ഇതെല്ലാം ഞാൻ നന്നാക്കുമല്ലോ. പിന്നെ എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ റീചാർജ് നടക്കേണ്ട കാര്യമില്ലല്ലോ. ഈ മിക്സിയുടെ ഇതിനൊക്കെ കാര്യം ഒരു കാര്യം പറഞ്ഞു. എന്റെ വീട്ടിൽ ഫ്രിഡ്ജ് കേടായിരിക്കുക. ഏറ്റവും ഭാഗ്യമുള്ള. അപ്പോ ഇന്ന് വൈകിട്ട് ഞാൻ മിക്സി നന്നാക്കാൻ വീട്ടിൽ വരും. അതിന്റെ ആവശ്യമില്ല, അച്ഛ കൊണ്ടുവരും. ഓ, എന്നാ പിന്നെ വേറെ എവിടെയെങ്കിലും കൊടുത്ത് നന്നാക്കും. ഒന്ന് കാണാന്ന് വെച്ച് കഴിഞ്ഞപ്പോ അപ്പോട്ടാ നീ ചെല്ലി, ഞാൻ റീചാർജ് ചെയ്യും. അപ്പോട്ടാന്നുള്ള റീചാർജ് ചെയ്തേക്കാം. റീചാർജ് ചെയ്യണം, മറക്കില്ല. ഞാൻ വിളിക്കാനുള്ളതാ. ഇല്ല, ഞാൻ ചെയ്തേക്കാം. പൊക്കോന്ന് ഞാൻ വിളിക്കാം. ചെയ്തേക്കാം. ചേട്ടാ ഒരു 199 റീചാർജ് ചെയ്യണം. 199 നമ്പർ പറഞ്ഞേ. 894362621232 199 അല്ലേ? 199. അവിടെ കേടായ മിക്സി ഒക്കെ നന്നാക്കൂലേ? പിന്നെ എന്നെ നന്നായി കേടായി കൊടുക്കണം കടയാണ്. ഓക്കെ, ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കി തന്നില്ല. ബാക്കി തന്നില്ല. ബാക്കിയാ? 200 രൂപ തന്നപ്പാ. 199 ഇത്. അതെ, ബാക്കി ₹1 ഇല്ലേ? 200 രൂപയല്ലേ നീ തന്നത്? 200 നോട്ട് തന്നു. ബാക്കി ₹1. ഒരു ചെറുപ്പക്കാരല്ലേടാ ₹1 വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ. ചെറുപ്പക്കാർ ₹1 ഉപയോഗിക്കത്തില്ല. ₹1 ഇല്ല, ഒറ്റ രൂപ ഇവിടെ ഇല്ല. ഗൂഗിൾ പേ ഉണ്ടാ? എന്തിനാണ്? അതിലിട്ടാലും മതി ₹1. ദൈവം വീട്ടിൽ അഡ്രസ് തന്നാൽ മതി, ഞാൻ കൊണ്ടുവന്ന് തരാം. ₹1 ഇല്ലാഞ്ഞിട്ടല്ലോ ഗൂഗിൾ പേയിലൂടെ ₹1 അല്ലെങ്കിൽ ലോകത്ത് ഏത് മൊബൈൽ കട ചെന്നാലത് ബാക്കി ₹1 തിരിച്ചറിയില്ല. താൻ അതും വെച്ച് ഞാൻ ₹1 ലക്ഷം രൂപ. ഹലോ ഹലോ, തവള കരയുണ്ടല്ലോ. തവളയല്ല, പോടാ പോത്തെ അവിടുന്ന്. ഹലോ, ഇപ്പൊ പോത്തിന്റെ ശബ്ദമായി. പോടാ അവിടുന്ന്. ഫോൺ വരുമ്പോഴത്തേന് കണാകുണ. ഹലോ, അയ്യോ കൊച്ചെ, എന്തെന്നറിയാമോ, ഞാനിപ്പോൾ ഓൾറെഡി സീരിയലിന് ഡേറ്റ് കൊടുക്കുന്നില്ല. അല്ല, തിരക്കായത് കൊണ്ടാണ് സീരിയൽ സിനിമാക്കാർക്കൊന്നും ഞാനിപ്പോൾ ഡേറ്റ് കൊടുക്കുന്നില്ല. മോനെ ഡബിൾ അല്ലേ, നാടകം കിടക്കല്ലേ കൊച്ചേ. ഞാൻ മെനഞ്ഞാന്ന് ഡബിളായിരുന്നു, അതിന്റെ തലേ ദിവസം ഡബിളായിരുന്നു, അതിന്റെ മുന്നത്തെ ദിവസം ഡബിളായിരുന്നു. നാളെ ഡബിളാണ്, ഇന്നും ഡബിളാണ്. ഡബിൾ കഴിക്കല്ലേ, കൊളസ്ട്രോൾ വന്ന് ചത്തുപോണ എപ്പോഴാണെന്ന് അറിയാനൊക്കെ അല്ല. പോത്തെ മുട്ടയാമ്പ്ലേറ്റ് ഡബിൾ അടിക്കുന്ന കാര്യമില്ല. ഞാൻ പരിപാടിക്ക് നാടകം ഡബിൾ അടിച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞു. ഇവർക്ക് ഏതായത് പിന്നെ വേറെ തോന്നരുത് കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ കൊടുക്കാത്തത് കേട്ടോ. ഏതാ ആ സംഭവം കൊള്ളാം കേട്ടോ, അത് മനോഹരമായിരിക്കുന്നു. കൊള്ളാം. കാരണം സായാന്തരം നാടകത്തില് രാജേന്ദ്രബാബു പറയുന്ന അതേ ഡയലോഗാണ്. കൊള്ളാം, വെരി ഗുഡ്, നന്നായിരിക്കും. അല്ല, മനോഹരമായൊരു ഡയലോഗ്. ഓക്കെ, ഞാൻ വിളിക്കാം. ഞാൻ ഡേറ്റ് കൊടുക്കാത്തോണ്ട് കേട്ടോ. അതെ, ഓക്കെ, ആയിക്കോട്ടെ. എന്താടാ? അല്ല, ബാക്കില് അല്ല, ബാക്കിൽ നിന്ന് വേണമായിരുന്നു. പോടാ അവിടുന്ന്. ബാക്കിൽ നിന്ന് വേണമെന്ന് തോന്നിയ ദിവസം കൊണ്ട് നടക്കുന്നു. ബാക്കിൽ എന്തുവാ? അല്ല, അത് പോയി, കുഴപ്പമില്ല. എന്തോ ബാക്കിൽ എന്തോ ഇത്? അതെ, എല്ലാ റീചാർജ് കൂപ്പണുകളും ചെയ്തു കൊടുക്കുന്നു. ബാക്കിൽ ഒട്ടിച്ചു വെച്ചോണ്ട് നടക്കരുത്. ഇടാ, ഇതെന്റെ ഏതെങ്കിലും ആരാധകർ കണ്ടിട്ട് ഞാൻ റീചാർജ് ചെയ്ത് ഊപ്പാട് വന്നേനല്ലോടാ. അല്ല, ഞാൻ തോന്നിയ ഇങ്ങനെ ഒട്ടിക്കുന്നു. ഞാനവിടെ ഒട്ടിക്കാൻ വേണ്ടി വെച്ച് പെട്ടെന്ന് മറന്നുപോയി. ഇതുപോലെ പല തോന്നിയാസവും ഞാൻ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്ത് തോന്നിയ? ഞാൻ എല്ലാം അറിയുന്നുണ്ട്. ഞാൻ നീ ഇവിടെ വരുന്ന കടയിൽ വരുന്നവരോട് നീയാണ് ഇതിന്റെ മുതലാളി എന്ന് പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. ദൈവമേ, ഈ കേടായ മിക്സിയാണ് സത്യമായിട്ട്. ഞാൻ മിക്സിന്ന് കയറാ, ഞാൻ ആരെങ്കിലും കൊണ്ട് നന്നായിച്ചോളാം. ഇനി അത് കേടാക്കിച്ച് വേണം
കേട്ടോ. ഞാൻ ആരോടും പറഞ്ഞില്ല. ഇനി ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്നെ കാണിച്ചാൽ മതി, ഞാനാണ് മുതലാളി. ഞാൻ ആര് വന്നാലും മുതലാളി നിങ്ങളാണെന്ന് പിന്നെ പറഞ്ഞത്. ഞാൻ വേറെ കാര്യം, എനിക്ക് വീട്ടിൽ പോകാൻ സമയമില്ല. അതിനാ? കാരണം ഇന്ന് കണ്ണൂരാണ് നാടകമേ. കണ്ണൂർ തളിപ്പുറമ്പുണ്ട്, കണ്ണൂർ പയ്യന്നൂരാണ്, രണ്ടെണ്ണം ഡബിളാണ് ഇന്ന്. ഓടിയെത്തുവാ? അവർ ഓടിക്കില്ലടാ, ഡ്രൈവർ ഓടിക്കാണല്ലോ, പിന്നെ വിഷയമില്ല. പിന്നെ ചേച്ചി പറഞ്ഞായിരുന്നു വീട്ടിലൊന്ന് ചെല്ലണമെന്ന്. കുറെ ദിവസമായില്ലേ ചെന്നിട്ട്? വീട്ടിൽ പോകാൻ സമയമില്ല കൊച്ചേ. കാരണം ഇന്നിപ്പോ കണ്ണൂർ പോകണ്ടടാ. ഞാനിപ്പോ വീട്ടിൽ പോയിട്ട് വരുമ്പോ താമസിച്ചാൽ ആ പടം 2 മണിക്കൂർ ഗ്യാപ്പേ ഉള്ളൂ എനിക്ക്. അപ്പോഴത്തേന് വണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് റെസ്റ്റ് ചെയ്യും 2 മണിക്കൂർ. ഇവിടെ കിടന്നുറങ്ങാം. ഭയങ്കര ക്ഷീണോടാ. എന്നാ ഒരു കാര്യം ചെയ്യും, കുളിച്ചേച്ചും കിടക്ക്. 8 ദിവസമായി കുളിച്ചിട്ട് വിഷയമില്ല. അതിനെ കുളിക്കാത്ത ക്യാരക്ടർ പോയില്ല കയ്യിൽ നിന്ന്. നീ എന്താ പൊട്ടത്തറടാ ഇപ്പൊ? എന്നാ പിന്നെ കിടന്നോ. അപ്പൊ 2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാണ്. കിടന്നോ. കേട്ടോ, ആര് വന്നാലും വിളിക്കരുത്. ഇല്ല, ഞാൻ വിളിക്കാം. പക്ഷെ മുതലാളിയാണ്, എന്നെ ഒന്ന് ചൂണ്ടി കാണിച്ചു കൊടുത്താൽ മതി. അത് ഞാൻ ഏറ്റു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ക്ഷീണമായതുകൊണ്ട് അതല്ല, ഇന്നലെ കഴിച്ച ഫുഡ് പിടിച്ചില്ല, വയറ് ചെറിയ വലിയ പ്രശ്നമായിട്ട്. കേട്ടോ, ഞാനൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ കിടന്ന് വിളിക്കല. വണ്ടി വരും, ഞാൻ പൊക്കോളാം. ഓ ശരി. ഓക്കെ, ആര് വന്നാലും വിളിക്കണ്ടേ. അല്ല ഇന്നലെ നാടകം എങ്ങനെയുണ്ടായിരുന്നു? യവൻ എന്റെ ഉറക്കം കളയും. അല്ല ഞാൻ നാടകം കണ്ടില്ലല്ലോ ഇത്തവണ. നാടകം എന്ന് പറഞ്ഞോണ്ടല്ലോടാ, കിടുക്കാച്ചി നാടകം ഇപ്രാവശ്യം കളിക്കും. ആണോ? പിന്നെ പൊരിക്കല്ലടാ സ്റ്റേജിൽ കിടന്നു. ഇന്നലെ നാടകം കളിച്ചെടുത്ത് അടിച്ച് റോക്കറ്റ് കയറ്റി വിട്ടേക്കുക. നാടകം അടിച്ച് റോക്കറ്റ് കയറ്റി വിട്ടേക്കുക. റോക്കറ്റ് താഴെ വീട് തകരോ കയറ്റി അങ്ങ് വെച്ചിരിക്കലടാ. പിന്നെ ആവശ്യം നാടകം അടിച്ച് കയറ്റി വെച്ച് കഴിഞ്ഞപ്പോഴേ നാടകം കഴിയുന്നു ഓഡിയൻസ് എല്ലാം കൂടെ നേരെ ഗ്രീൻ റൂമിലോട്ട് തള്ളിയും കയറി. എന്തിനാ? എടാ, എന്നെ അവിടെ ഇട്ട് കൊത്തി പെറുക്കടാ അവര്. എന്നാ റേഷനറിയാണോ കൊത്തിപ്പെറുക്കാൻ? എടാ, അവരുടെ സ്നേഹം എന്നെ കെട്ടിപ്പിടിക്കുന്നു, ഒരു ഫോട്ടോ എടുക്കുന്നു, ഭയങ്കര സംഭവം. എന്നാ ഒരു ഫോട്ടോ എന്നെ ഒന്ന് കാണിച്ചേ. അവരല്ലേടാ ഫോട്ടോ എടുത്തത്, പിന്നെ ഇങ്ങനെ എന്റെ മൊബൈൽ വരുന്നത്. ഒറ്റ അടിയാൻ കേട്ടോ, എന്നെ പെടുത്തി കളഞ്ഞാലും നീ. അപ്പൊ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ ഞാൻ. ആയിക്കോട്ടെ കേട്ടോ. ചെല്ലു പോയി കിടന്നു. എന്നാലും ഇഷ്ടം പോലെ നോട്ടുമാല എല്ലാം പെട്ടിക്കത്തിരി. ആണോ? ആവശ്യം പോലെ നോട്ടുമാല അടിച്ച് കയറ്റിയില്ലടാ. അപ്പൊ ആര് വന്നാലും വിളിക്കണ്ടോ? വിളിക്കത്തില്ല. കിടന്നു. എനിക്ക് ക്ഷീണം, അതുകൊണ്ടാ. കിടന്നോ? ഉപദ്രവിക്കല്ലേ. കിടന്നോന്ന് കേട്ടോ, ആര് വന്നാലും വിളിക്കണ്ട. മൊബൈലിൽ ഒരു പാട്ട് വെച്ച് വന്നാലോ? നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് കൊണ്ടുവരാ പാട്ട്. കിടക്കുന്ന ചുമ്മാ എന്റെ തോളൊക്കെ ഇറങ്ങാട്ടി കണ്ടു പോകുന്നേക്ക. നാടകമാണ് ഡബിളാണെന്നും പറഞ്ഞു. എന്താ ഇതുണ്ടല്ലോ, ഏത് ഇതിലേക്ക് കയറ്റണം. ഏത് ഇതിലേക്ക്? ഈ ഫോണിന്റെ അകത്തേക്ക് ഇത് ചെയ്തു വിടുമല്ലോ, കാശ് തരമ്പാ. റീചാർജ് ചെയ്യണം. അത് ചെയ്യാനായിട്ട് വന്നതാണ്. ചെയ്യാൻ നമ്പർ പറഞ്ഞാൽ മതി. നമ്പർ പറഞ്ഞാൽ മതി. അയ്യോ, ഞാൻ നമ്പർ സോറി. നമ്പർ പറ. ഇത് എന്തുവാടാ ഇത്? എടാ, എന്തുവാടാ ഈ കിലുക്കുന്നതാ? മനുഷ്യൻ ഒരു 2 മണിക്കൂർ ഉറങ്ങട്ടാ, സമാധാനം. എടാ, കിലുക്കാൻ പറ്റിയിട്ട് കിലുക്കാതെ പോടാ. എന്ത് ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണല്ലോ. നമ്പർ പറഞ്ഞു. നമ്പർ ഇതന്നെ കുഞ്ഞമ്മക്ക് 50, ചിറ്റപ്പന് 50, മാമന് 100, മാമിക്ക് 50, വല്യച്ഛന് 50. ഇതെന്താ? അത് മതി. വലിയച്ഛൻ 50ന്റെ കളി കളിച്ചു. ഇതൊക്കെ റീചാർജ് ചെയ്യാൻ. ഇതൊക്കെ റീചാർജ് ചെയ്യാനാട്ടാ. അപ്പൊ കുഞ്ഞമ്മയുടെ നമ്പറാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അപ്പൊ 50 രൂപ ഇങ്ങടാ. കുഞ്ഞമ്മയുടെ നമ്പർ 50 രൂപ. 50. കുഞ്ഞമ്മയുടേത് 80, 83, 4. കുഞ്ഞമ്മയുടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്തിട്ടുണ്ട്. ഓക്കെ. 50 രൂപയ്ക്ക് ചെയ്തിട്ടുണ്ട്. 50 രൂപയ്ക്ക് ചെയ്തിട്ടുണ്ട്. 50 രൂപക്ക് കയറിയിട്ടുണ്ടാവൂല. പിന്നെ അടുത്ത ചിറ്റപ്പന്റെ പൈസ അവിടെ ഇരിക്കാം. ഞാനത് ചോദിച്ചിട്ട് ചിറ്റപ്പനെ വിളിപ്പിക്കാം. അതേ ഒന്ന് ചോദിക്കട്ടെ. ചേട്ടാ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് അറിയാം. ചോദിക്കട്ടെ. ഹലോ ടെസ്റ്റിംഗ്. ഹലോ. ശല്യപ്പെടുത്താടോ. ഉറക്കത്തില്ല, കുഴപ്പമില്ല. ഭയങ്കര ഒച്ചെടുക്കില്ല. ഹലോ, കുഞ്ഞമ്മേടാ. അതെ, ഇവിടെ വന്ന് ഈ പുള്ളിക്കാരൻ വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക്. പൈസ വന്നാ അവിടെ. എന്താടാ കൊച്ചേ, എന്താ നിനക്ക് പ്രശ്നം? എന്താ? അവർ റീചാർജ് ചെയ്യടാ. പതുക്കെ ഇങ്ങോട്ട് നീ അവിടെ കിടന്നിട്ട് ഒന്നുമില്ല. 2 മണിക്കൂറൊന്നും ഉറങ്ങണ്ടാ. കിടന്നോ? വരെ പോകണ്ടേ? അണ്ണൻ കിടന്നോ? എന്ത് കഷ്ടവും മനുഷ്യനെ ഉറങ്ങാനും സംബന്ധിക്കണം വെക്കല്ലേന്ന്. അതെ, ഞാനൊന്ന് ചോദിക്കട്ടാ. അതെ, ചാർജ് 37 രൂപ കയറിയിട്ടുള്ളൂ. 37 കയറിയിട്ടുള്ളൂ. 50 രൂപയ്ക്കല്ലേ? 37 കയറുള്ളൂ. 37 രൂപയെ കയറുള്ളൂ. അതെന്താ? ബാക്കി 13 രൂപ ലോൺ എടുത്ത് കാണും. അതെ, ലോൺ എടുത്തെന്നാണ് പറയണത്. ലോൺ എടുത്താ അതാണ് 37ന്റെ സംഭവം കിട്ടിയിരിക്കണം ഇവിടെ. ഇവിടെ ലോൺ എടുത്തിട്ടില്ലെന്ന്. അല്ല, ലോൺ അങ്ങനെയല്ലോ. അത് വല്ല ഇതിന്റെയൊക്കെ പിടിച്ച് കാണും. 37 കയറുള്ളൂ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അത് ചോദിക്കട്ടെ. അങ്ങനെ വിട്ടാ ശരിയല്ല. എന്ത് ചോദിക്കാനാണ്? അതെ, അത് നടക്കണ കാര്യമല്ല. ഇവിടെ ലോൺ എടുത്തിട്ടില്ല, കാശ് കിട്ടിയേ പറ്റുള്ളൂ. ബാക്കി കാശ് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. ബാക്കി കാശ് തരാനൊക്കെ അല്ലേ ഇത്? 50 രൂപ ചെയ്താൽ 37 കയറുള്ളൂ. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാശിന് വിലയില്ലേ? വെറുതെ മുതലാളി കിടന്ന് ഉറങ്ങട്ടെ. നിങ്ങൾ പോയേ ഇവിടെ നാടകം കഴിഞ്ഞിട്ട് വന്ന് കിടക്കും. ഇതാണ് മുതലാളി. അതാണ് മുതലാളി. ഞാൻ മുതലാളി ചോദിക്കല്ലേ. പിന്നെ കാശ് ഞാൻ പൊക്കോ. ചോദിക്കണ്ട, ആവശ്യമില്ല. 50 രൂപ ചെയ്തിട്ട്. ഹലോ, എന്താടാ നെയ്യപ്പത്തിന്റെ മുഖമുള്ളവനെ, നിനക്ക് എന്തോ വേണം? നിനക്ക് എന്താ? അല്ല, കിടന്നോ? അതെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഞാൻ 50 രൂപക്ക് ഇവിടെ റീചാർജ് ചെയ്തു.
എനിക്കിവിടെ ഇതുവരെ ഇട്ട് ബാലൻസ് കിട്ടിയിട്ടില്ല. 37 രൂപയുള്ളെന്നാ പറയണത്. എടാ അവന് വല്ല കൊടുക്കാനുണ്ട് കൊടുത്തു വിറ എന്നെ ഉപദ്രവിക്കാടാ. അല്ല 2 മണിക്കൂറൊന്നും ഉറങ്ങട്ടാ ഞാൻ. അത് 50 രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ 37 രൂപയ്ക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അതേ സുഹൃത്തെ എന്താണെന്നറിയാമോ, നമ്മൾ 50 രൂപയ്ക്ക് ചെയ്താൽ 37 കയറും. ബാക്കി അവർ അത് അങ്ങനാണ്. അതുകൊണ്ട് ഉപദ്രവിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാണോ? എനിക്ക് എന്നെ വീട്ടിൽ കയറ്റിയല്ലേ. എടാ കൊടുത്തു വിട, അവർ 50 രൂപ തികച്ചും കൊടുത്തു വിട. അല്ലെ ഈ കടയിലെ ലാഭം എനിക്ക് വേണ്ട. ഇന്നത്തെ ലാഭം വേണം അവന് കൊടുത്തു വിട്. ഉറങ്ങട്ടെ ഞാൻ. എനിക്കൊരു സമാധാനത്താ. അല്ല പിന്നെ അങ്ങനെ വിട്ടാ ശരിയാവോ? 50 രൂപയുണ്ട് കാശിന് വില കേട്ടോ. പിന്നെ വിവരക്കേടാണ് ഇതൊക്കെ. കാശിന് വില ഉള്ളവർക്ക് തന്നെയാണ് ഇങ്ങനെ ഫോൺ വീട്ടിൽ പോയി കിടന്നുറങ്ങേണ്ട കാര്യമുള്ളൂ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് പരിപാടി. അതെ എന്റെ പൊന്നെ 1 രൂപയല്ലേ ഞാൻ തരാം. അതല്ല ഞാൻ എവിടുന്നെങ്കിലും കടം മേടിച്ചാൽ എവിടെ നിൽക്കും? ഞാൻ 1 രൂപ കൊടുത്തത് ഇവിടെ ഇല്ലാഞ്ഞിട്ടാണ്. അതല്ല എന്റെ പേഴ്സ് എങ്ങനെ ഇവിടെ കണ്ടായിരുന്നു? പേഴ്സ് ഇവിടെ എങ്ങാനും കണ്ടായിരുന്നു? പേഴ്സ് നീ പൈസ എന്നിട്ട് പോക്കറ്റ് വെച്ചായിരുന്നല്ലോ. പോക്കറ്റ് നോക്ക് വെച്ച പക്ഷേ കാണാനില്ല. ഞാൻ ഇവിടെ മൊത്തം അന്വേഷിച്ചിട്ട് കാണാനില്ല. ഇപ്പൊ എന്താണ് പ്രശ്നം? എന്താണ്? അത് പെട്ടെന്ന് ആശുപത്രി പോകണം. അമ്മ ആശുപത്രിയിലാണ്. പെട്ടെന്ന് പോകണം. ബസ് കാശില്ല. ബസ് ഇപ്പൊ വരെയും ചെയ്തി. എത്ര രൂപ വേണം വണ്ടി കാശ് ആശുപത്രി പോണെങ്കിൽ? ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് ഏകദേശം 22 രൂപ മതിയോ? പൈസ ഞാൻ തന്നേനെ. പക്ഷെ മുതലാളി അവിടെ കിടക്കണോണ്ടേ. മുതലാളി നാടകം കഴിഞ്ഞിട്ട് വന്ന് കിടക്കാണ്. ആകപ്പാടെ ഭ്രാന്തായിട്ട് കിടക്കാണ്. എടുത്ത് ചോദിച്ചാ പോരെ. അല്ല, മുതലാളി ചോദിക്കണം. ഞാൻ ചോദിച്ചു. അതല്ലെന്ന് മുതലാളി ചോദിക്കണം. അയ്യോ, നിനക്കൊക്കെ എന്തിന്റെ കേടാണ് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. നീയൊക്കെ വല്ല ഉത്സാഹ കമ്പറ്റിക്കാരാണ് എന്നെ ഇങ്ങനെ ഉറക്കം കളയാൻ. എന്റെ പേഴ്സ് കളഞ്ഞു പോയി. ഞാനാണോ അതിന്റെ പേഴ്സ് എടുത്തേക്ക്? എന്റെ പെറ്റതലത്തി ഞാൻ ഇവിടെ കൊണ്ട് ഉറങ്ങുകയാണ്. അല്ല എടുത്തായിരുന്ന എടുത്തായിരുന്നപ്പോ ഒറ്റ അടിയാൻ തന്നോണ്ടല്ലേ? അല്ല കാണാനില്ല. എനിക്ക് അമ്മ ആശുപത്രി കിടക്കണം. എമർജൻസി ആയിട്ട് പോകണം. എനിക്ക് അതിനിപ്പോ ഞാനെന്തോ ചെയ്യാനാണ്? 22 രൂപ ബസ് കാശ് കിട്ടിയാൽ പൈസ ഉണ്ടെങ്കിൽ 22 രൂപ കൊടുക്കാം. അവന്റെ അമ്മ ആശുപത്രിയിലായതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇവനെയൊക്കെ ഉണ്ടല്ലോ മനുഷ്യന്റെ ഉറക്കം കളയാൻ നീയൊക്കെ. അല്ല ഇവൻ നേരത്തെ ഇവന്റെ പേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ റീചാർജ് ചെയ്തിട്ട് 20 ഉണ്ടോ മനുഷ്യൻ? 2 രൂപ. ഇനി എന്റെ അടുക്ക അതെ ശരി കേട്ടോ. ബസ് പോര്. 1 രൂപ പോലും ചില്ലറയില്ല. വരല്ലേ ഇനിയാ? ഇനി എന്നെ ചില്ലറ ചോദിച്ചു പോലും വിളിക്കല്ലടാ. വിളിക്കല. കിടന്നോ കേട്ടോ? 1 രൂപ പോലും ഇല്ല. ഞാൻ വണ്ടി വരുമ്പോഴേ വിളിക്കുള്ളൂ. വണ്ടി വരുമ്പോഴേ വിളിക്കുള്ളൂ. നീ വിളിക്കണ്ട, അവൻ വന്ന് വിളിച്ചോളും. ഇനി അതിനിടയ്ക്ക് വിളിക്കാൻ. ഹലോ സതീഷ, ഇനിയിപ്പോ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായില്ല ഇപ്പൊ ഞാൻ. ഇല്ലല്ല, ഞാനൊരു നമ്പർ മാറ്റിയിട്ട് ഞാൻ വിളിക്കാം. ഏട്ടാ വിളിച്ചോളാം. ആ ശരി, ഓക്കെ. എന്താണ്? അതൊരു പുതിയ സിം വേണമായിരുന്നല്ലോ. പുതിയൊരു സിം വേണമായിരുന്നു. പുതിയ സിം ആധാർ കാർഡ് ഉണ്ടോ? ആധാർ കാർഡ്. അയ്യോ, ആധാർ കാർഡ് വൈഫിന്റെ വീട്ടിലിരിക്കാണ്. ആണോ? ആധാർ കാർഡ് വേണോ സാറേ? ഞാൻ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ നാട് ഇവിടെ അല്ല. പിന്നെ ഞാൻ തൃപ്രയറാണ്. അപ്പൊ തൃപ്രയർ ഇന്നലെ രാത്രിയാണ് ഞാൻ വൈഫ് ഹൗസിലേക്ക് വന്നത്. വൈഫിന്റെ വീട് ഇവിടെയാണ്. ഇവിടെ എവിടെയാണോ ഇവിടെ? നമ്മുടെ പുരുഷോത്തമൻ അറിയോ? തെക്കുമനയിലെ. പിന്നെ മറ്റേ പുരുഷോത്തമന്റെ മോളും മിനി മറ്റേ ബസ് കണ്ടക്ടറോട് ഒളിച്ചോടി പോയിട്ട് തിരിച്ചു വന്ന മിനി. അല്ല, പുരുഷോത്തമന്റെ മോളും മിനിനെ കല്യാണം കഴിച്ച ഞാനാണ്. മിനിയല്ല, അവരെ തെക്കോർത്തൊരു മിനി ഉണ്ട്. എനിക്ക് ആളെ തെറ്റി. ഈ മിനി നല്ല മിനി അവള് ബസ്സിൽ പോലും യാത്ര ചെയ്യാറില്ല. ഞാനാകെ പേടിച്ചു പോയി. എനിക്കറിയാം. അപ്പൊ ഞാനിപ്പോ അവിടെ വന്നാണ്. അപ്പൊ അവിടെ പോയിട്ട് വേണം എനിക്ക് ആധാർ എടുക്കാൻ വേണ്ടിട്ട്. പരിപാടി എന്താ? പരിപാടി എന്ന് പറഞ്ഞാല് അത്യാവശ്യം ബിസിനസ് ഉണ്ട്. പിന്നെ തൃപ്രയാർ ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റിയിലെ പ്രസിഡന്റ് ആണ്. അപ്പൊ ഉത്സവമൊക്കെ നടത്താറുണ്ട്? അയ്യോ, ഉത്സവം നടന്നുകൊണ്ടിരിക്കല്ലേ. 7 ദിവസം ഉത്സവം ഇപ്പൊ. ഇന്നലെ 1ാമത്തെ ദിവസത്തെ ഉത്സവം വരുന്നു. ഉത്സവം കൂടാൻ ഇന്നലെ രാത്രിയാണ് ഞാൻ പോകുന്നത് ഇവിടെ. അല്ല, ഉത്സവം നടക്കുമ്പോ പിന്നെ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് പോകേണ്ട കാര്യമാണ്. അല്ല, അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ. ഉത്സവത്തിന് നാടകമൊക്കെ വെക്കാറുണ്ടോ? അയ്യോ, ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ഉത്സവത്തിനും ഞാനാണ് നാടകം, മിമിക്രി, ഗാനമേള എല്ലാം ബുക്ക് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നാടകമാണ് ബുക്ക് ചെയ്യുന്നത്. അല്ല, അപ്പൊ നാടകം വെക്കുന്ന നാടകക്കാരൊക്കെ അറിയാവോ? എല്ലാ നാടക നടന്മാരെ എനിക്കറിയാം. നല്ല സമിതികളൊക്കെ എനിക്കറിയാം. ഒരാളെ കാണിച്ചു തരാം. നാടക നടനാണ്. പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക നാടക നടന്മാരെ ഞാൻ അറിയും. കടയുടെ മുതലാളിയാ. രാജപ്പൻ രംഗമിത്രല്ലേ? പിന്നല്ലാതെ പ്രശസ്തനല്ലേ, ഭയങ്കര പ്രശസ്തനല്ലേ. അതല്ലേ ഞാൻ പറഞ്ഞ എല്ലാരും അറിയുന്നു. ഒന്ന് വിളിച്ചേ. ആരാധകനാണല്ലേ? ഒന്ന് വിളിക്കേ. വിളിക്കാം. അങ്ങനെ വിളിച്ചെഴുന്നേക്കല്ല, ഞാനൊരു ടെക്നിക്ക് ഉപയോഗിച്ച് നോക്കാം. എഴുന്നേക്കാണെങ്കിൽ ഞാൻ പറയാം. സാറിന്റെ ഭാഗ്യം. വിളിക്ക്. ഹലോ മൈക്രോഫോൺ. ഹലോ അണ്ണാ. എന്താടാ? അതെ അണ്ണാ, പിന്നെ ഒരു ആരാധകൻ വന്നിട്ടുണ്ട്. ഇത് കാശ് കിട്ടുന്ന പോലെ എന്തോ തരാ ഉപകാരം. ഒരു ആരാധകൻ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആരാധകരുടെയൊക്കെ കാര്യം അവര് വന്നാ പിന്നെ നമുക്ക് ഉറക്കമല്ലല്ലോ. നമുക്ക് ആരാധകരല്ലേ വരുന്നത്. ഓക്കെ ഹലോ, മറന്നു തന്നെ. അങ്ങനെ മറക്കാൻ പറ്റുമോ? അങ്ങനെ മറക്കാൻ പറ്റില്ല. ഞങ്ങൾ അടിച്ചു പിരിഞ്ഞാണേ. ഇന്നലെ അടിച്ച് പൊട്ടിച്ചു, അടിച്ചു, പിരിഞ്ഞു. അങ്ങനെയല്ല, ഇവന്റെ നാടകം ബുക്ക് ചെയ്ത ഞാനാണ്. ഇവൻ ആ നാടകം പൊട്ടിച്ചു, അടിയായി, തമ്മിലടി, കൂട്ടടി, അടിച്ചു പിഴിഞ്ഞു. എവിടാ?
അപ്പൊ ഇന്നലെ അവിടെ നാടകം റോക്കറ്റ് പോലെ കയറിയെന്ന് പറഞ്ഞു. ആ റോക്കറ്റ് പോലെ ആൾക്കാർ എന്നെ പനയെ കയറ്റി വെച്ചേക്ക് വരുന്നത്. ഇദ്ദേഹം വന്നാണ് താഴെ ഇറക്കി, എന്നിട്ട് തന്നു എനിക്ക്. എന്നിട്ട് നോട്ടുമാല കിട്ടിയെന്ന് പറഞ്ഞു. നോട്ടുമാല ആ ചെരുപ്പുമാലയ്ക്ക് എന്തി? ഈ ചെരുപ്പിന്റെ കൂടെ ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. അതിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിരിക്കും. തനിക്കൊക്കെ അത് തുടങ്ങാൻ പാടില്ല. താൻ എന്തുകൊണ്ടെന്നുള്ള കാട്ടിക്കുട്ടി എന്താ അവിടെ? അല്ല ഞാൻ എന്താ സംഭവം എന്നറിയാമോ? ഞാൻ നിങ്ങളുടെ അമ്പലത്തിൽ പുതിയ കുട്ടികളെ ഇട്ട് എന്റെ കൂടെ ഒന്ന് പരീക്ഷിച്ചതാണ് ഞാൻ. അതെ, നിങ്ങൾക്ക് പരീക്ഷിക്കാനായിട്ട് ഞങ്ങളുടെ അമ്പലം എന്താ ലാഭാണ്. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കേരളത്തിൽ ഒരുപാട് നല്ല നല്ല നാടക നടന്മാരുണ്ട്. എന്തിനാണോ അവരൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്? ഇവൻ ഒറ്റൊരുത്തം കാരണം ഞാനിപ്പോ എന്റെ നാടും വിട്ട് ഞാൻ എന്റെ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. മനസ്സിലായോ? ഇനി ഞാൻ ഈ നാട്ടിലുണ്ടാവും. എനിക്കൊരു സിം വേണം. ഞാൻ ആധാർ കാർഡ് എടുത്തിട്ട് വരാം. എടുത്തിട്ട് വാ. കേട്ടോ? ശരി. ആധാർ കാർഡ് എന്തിനാ? എന്റെ ആധാരം ഉൾപ്പെടെ എടുത്ത് വലിച്ച് വെളിയിട്ടത് ആധാർ കാർഡോ? വേണ്ടട്ടോ നീ. അല്ല, പൊക്കോ, കുഴപ്പമില്ല. കണ്ണൂരൊക്കെ ഒറ്റയ്ക്ക് പോയിക്കോളൂ. സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി പോയി. ഇതൊക്കെ നിർത്തിയിട്ട് ഈ കട നോക്കി ഇവിടെ ഇതങ്ങനെ നിൽക്കുന്നതല്ലടാ, ഫുഡിന്റെ കംപ്ലൈന്റ് നിൽക്കുന്നതല്ലത്. കംപ്ലൈന്റ് വെറുതെ ഞാനെടാ അല്ലെ ഫുഡ് പ്രശ്നമായിട്ട് വെച്ചാൽ എനിക്ക് പോകാതെ രക്ഷയില്ല. ആണോ? ഇത് കണ്ണൂർ വരെ എത്തുകയല്ല, കോഴിക്കോട് വെച്ച് മിക്കവാറും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഈ ടോയ്ലറ്റ് ഉണ്ട്, ഇവിടെ പോ. ടോയ്ലറ്റ് ടോയ്ലറ്റ് അല്ല, ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇതാണോ ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞത്? ഇതിൽ കയറിയാൽ മതി. അത് പോയാൽ മതിയോ? പിന്നെ അതിൽ പോവാം. എന്ത് ചെയ്യണം അതിനകത്ത് കയറിയിട്ട്? അതിനകത്ത് സാധാരണ നമ്മൾ കയറിയിട്ട് എന്താ ചെയ്യണം? അങ്ങനെ ചെയ്താൽ മതി. ചെല്ലി ആരെങ്കിലും ഞാൻ പറഞ്ഞോളാം. ഈ സമയത്ത് ആരെങ്കിലും വന്നാൽ മുതലാളി അവിടെ ആണെന്ന് പറയണ്ട. ഇല്ല ഇല്ല ഇല്ല, വയ്ക്കോ. കൊച്ചേടാ, ഇത് തുറക്കുന്നില്ലല്ലോ. അതിന് 1 രൂപയുടെ കോയിൻ ഇടണം. 1 രൂപ ഇടണോ? 1 രൂപയുടെ കോയിൻ ഇടണം. എത്ര രൂപ? 1 രൂപയുടെ കോയിൻ ഇടണമെന്ന് അതിനകത്ത്. നീ ഒറ്റ രൂപ ഉണ്ടായിരുത്തടാ. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ലാണ്ട് ഒരു തടി അംഗം കഴിഞ്ഞിട്ടിരിക്കണം. 1 രൂപ ഇവിടെ ഇല്ല. എന്റെ ആകെ 2 രൂപ ചില്ലറ ഉള്ളായിരുന്നു. അതെടുത്ത് അവന് കൊടുത്തില്ലടാ ഞാൻ. പേഴ്സ് പോയവൻ. ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തരികയല്ലേ. ആരും ഒറ്റ രൂപ ഉണ്ട്. ഒരു അർജന്റ് കേസ് 1 രൂപ ഉണ്ടോ? 1 രൂപ ഇല്ല. ഒരു അർജന്റ് ആയിട്ടാ ഒരു മനുഷ്യൻ ഉണ്ടോ? നമസ്കാരം. 1 രൂപ ഇല്ല. കോടീശ്വരന്മാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 1 രൂപ കയ്യില്ല. അയ്യോ, എന്താണ് ഇതിപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാമോ? സുരേഷ് ഗോപി സാർ പറയത്തില്ലേ, ഒറ്റ ചോദ്യം മതി ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ. അത് തീരെ ശരിയല്ല. പിന്നെന്താ? യഥാർത്ഥത്തിൽ എത്ര വലിയ പൈസ ഉണ്ടെങ്കിലും 1 രൂപ കോയിൻ മതി ആരുടെയും ജീവിതം മാറ്റിമറിക്കാൻ.